ബജറ്റ്. ഇന്ത്യയുടെ വാർഷിക ബജറ്റിനെയാണ് നമ്മൾ കേന്ദ്ര ബജറ്റ് അഥവാ വാർഷിക ധനകാര്യ പ്രസ്താവന എന്നൊക്കെ പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ 112 അനുച്ഛേദം അനുസരിച്ചാണ് ഓരോ വർഷവും ഇന്ത്യൻ പാർലമെന്റിന്റെ ഇരുസഭകളുടെയും മുന്നിൽ ബജറ്റ് അവതരിപ്പിച്ചു പോരുന്നത്. ഇന്ത്യൻ ധനകാര്യ മണ്ഡലത്തിന്റെ നേതാവായ ധനകാര്യ മന്ത്രിയുടെ സഹായത്തോടു കൂടിയാണ് രാഷ്ട്രപതി ഇപ്രകാരം ചെയ്യുന്നത്. 2024 ഫെബ്രുവരി 1 നടന്ന കേന്ദ്ര ബജറ്റ് ഇന്ത്യയുടെ 15ാമത്തെ ഇടക്കാല ബജറ്റായിട്ടാണ് കണക്കാക്കുന്നത്. അതുമാത്രമല്ല, കേന്ദ്ര ധനകാര്യമന്ത്രിയായ ശ്രീമതി നിർമ്മല സീതാരാമന്റെ 6ാമത്തെ ബജറ്റ് അവതരണം കൂടിയായിരുന്നു ഇത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഇപ്രാവശ്യത്തെ ബജറ്റിനെ നമ്മൾ ഇടക്കാല ബജറ്റ് അഥവാ യൂണിയൻ ഇന്ററിം ബജറ്റ് എന്നാണ് വിശേഷിപ്പിച്ചത്. അപ്പോൾ എന്താണ് ഈ ഇടക്കാല ബജറ്റ് എന്നും എന്താണ് ഈ ഇടക്കാല ബജറ്റും സമ്പൂർണ്ണ ബജറ്റും തമ്മിലുള്ള വ്യത്യാസമെന്നും എന്തൊക്കെയാണ് ഇപ്രാവശ്യത്തെ ബജറ്റിലെ പ്രധാന പ്രഖ്യാപനങ്ങളെന്നും നമ്മുടെ ഇന്ത്യയിലെ ബജറ്റ് അവതരണത്തിന്റെ ചരിത്രത്തെക്കുറിച്ചുമൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. സോ വീഡിയോ മുഴുവനായി കാണുക, അറിവ് നേടാനായി അഭിനിവേശത്തോടെ വരിക. ഇറ്റ്സ് മീ അഭിനേഷ് ആനന്ദ്. വെൽക്കം ടു ദ വീഡിയോ. തിരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് നടത്തുന്ന ബജറ്റ് അവതരണത്തെയാണ് നമ്മൾ ഇടക്കാല ബജറ്റ് എന്ന് പറയുന്നത്. ഇടക്കാല ബജറ്റ് എന്നത് പേര് പോലെ തന്നെ ഇടക്കാലത്തേക്കുള്ളതാണ്. അതായത് താൽക്കാലികമായി സർക്കാരിന്റെ സാമ്പത്തികമായ പ്ലാൻ മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ് ഇതിന്റെ ഉദ്ദേശം. തിരഞ്ഞെടുപ്പിന് ശേഷം പുതിയ സർക്കാർ അധികാരത്തിലെത്തുന്നത് വരെയുള്ള ചിലവുകൾക്കുള്ള പണം നീക്കിവെക്കുക എന്നത് ഒരു ഇടക്കാല ബജറ്റിന്റെ മുഖ്യ ലക്ഷ്യമാണ്. അതേസമയം ഒരു സമ്പൂർണ്ണ ബജറ്റ് അഥവാ ഫുൾ ഫ്ലെഡ്ജ്ഡ് ബജറ്റ് എന്നത് പേര് പോലെ തന്നെ സമഗ്രമായ ബജറ്റ് അവതരണമായിരിക്കും. സർക്കാരിന്റെ വിശാലമായ സാമ്പത്തിക പദ്ധതികൾ ഇതിൽ അവതരിപ്പിക്കും. സർക്കാരിന്റെ വരുമാനം, ചെലവുകൾ, അലോക്കേഷൻസുകൾ, നിയമപരമായ പ്രഖ്യാപനങ്ങൾ തുടങ്ങിയവയെല്ലാം തന്നെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഒരു പൂർണ്ണ ബജറ്റ് എന്നത് സർക്കാരിനെയും രാജ്യത്തെയും സംബന്ധിച്ചുള്ള ഒരു റോഡ് മാപ്പ് കൂടിയാണെന്ന് വേണമെങ്കിൽ പറയാം. മുഴുവൻ സാമ്പത്തിക വർഷത്തിലേക്കുള്ള നയപരവും സാമ്പത്തികപരവുമായ ഘടകങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കും. 2024 യൂണിയൻ ഇന്ററിം ബജറ്റിലെ പ്രധാന പ്രഖ്യാപനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പെട്ടെന്നൊന്ന് വിലയിരുത്താം. 2047 സമ്പൂർണ്ണ വികസിത ഭാരതം എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നാണ് നിർമ്മല സീതാരാമൻ തന്റെ പ്രസംഗത്തിൽ അവതരിപ്പിച്ചത്. കൂടാതെ ഗരീബ് കല്യാൺ പദ്ധതി ദേശത്തിന്റെ ഭാഗമാണെന്നും രാജ്യത്തെ പാവപ്പെട്ടവരുടെ ശാക്തീകരണമാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും സബ്കാ സാഥ് എന്ന പദ്ധതിയിലൂടെ 25 കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിച്ചുവെന്നും 80 കോടി ജനങ്ങൾക്ക് റേഷൻ സൗജന്യമായി നൽകാൻ സാധിച്ചുവെന്നും ജനങ്ങളുടെ വരുമാനം ഉയർന്നുവെന്നും 4 കോടി ജനങ്ങൾക്ക് വിള ഇൻഷുറൻസ് എത്തിച്ചുവെന്നും അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. കോവിഡ് പ്രതിസന്ധിക്ക് ശേഷം ലോകം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോൾ G20 ഉച്ചകോടിക്ക് ഇന്ത്യക്ക് വിജയകരമായി നേതൃത്വം നൽകാനായി എന്നും അതുപോലെ തന്നെ പണപ്പെരുപ്പം നിയന്ത്രിക്കാനായി എന്നും നിർമ്മല സീതാരാമൻ പറയുന്നുണ്ട്. 30 കോടി മുദ്രാ യോജന വായ്പകളിലൂടെ സ്ത്രീ ശാക്തീകരണത്തിന് ആക്കം കൂട്ടിയെന്നും PM ആവാസ് യോജനയ്ക്ക് കീഴിൽ ഗ്രാമപ്രദേശങ്ങളിലെ 70% വീടുകളിലും സ്ത്രീകൾ ഉടമകളോ സംയുക്ത ഉടമകളോ ആയി എന്നും അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി രാജ്യത്ത് തുടരുമെന്നും 2 കോടി അധികം ഭവനങ്ങൾ പദ്ധതിക്ക് കീഴിൽ നിർമ്മിക്കുമെന്നും പ്രസ്താവിക്കുകയുണ്ടായി. സൗരോർജ്ജ പദ്ധതിക്കായി പ്രത്യേകം വിഹിതം നൽകുമെന്നും 1 കോടി വീടുകളിൽ കൂടെ സോളാർ പദ്ധതി വ്യാപകമാക്കുമെന്നും ഹരിതോർജ്ജത്തിന് പ്രാധാന്യം നൽകുമെന്നും അവർ കൂട്ടിച്ചേർക്കുകയുണ്ടായി. അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനും ചാർജിംഗ് സ്റ്റേഷനുകൾ വികസിപ്പിക്കുന്നതിനും പിന്തുണ നൽകിക്കൊണ്ട് ഈ വെഹിക്കിൾ ഇക്കോസിസ്റ്റം വികസിപ്പിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കും. സർക്കാർ കൂടുതൽ മെഡിക്കൽ കോളേജുകൾ സ്ഥാപിക്കും. ഗർഭാശയ ക്യാൻസറിനായി പ്രത്യേക വാക്സിൻ വികസിപ്പിക്കുന്നതിന് സഹായം നൽകും. 9 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് വാക്സിൻ വ്യാപകമാക്കും. രാജ്യത്തെ മത്സ്യമേഖലയ്ക്കായി പ്രത്യേക പദ്ധതി കൊണ്ടുവരും. സമുദ്രോൽപ്പന്നങ്ങളുടെ കയറ്റുമതി കൂട്ടും. 5 ഇന്റഗ്രേറ്റഡ് മത്സ്യ പാർക്കുകൾ കൊണ്ടുവരും. സാങ്കേതിക രംഗത്ത് യുവ സംരംഭകർക്ക് 1 ലക്ഷം കോടി രൂപയുടെ പലിശരഹിത വായ്പ അനുവദിക്കും. ടൂറിസം വികസനത്തിന് പ്രാധാന്യം നൽകും. സംസ്ഥാനങ്ങൾക്ക് അതിനുവേണ്ട പ്രത്യേക ധനസഹായവും നൽകും. ഉഡാൻ പദ്ധതിക്കായി കൂടുതൽ വിഹിതം അനുവദിക്കും. മെട്രോ, റെയിൽ, വന്ദേ ഭാരത് എന്നിവയ്ക്കും പ്രാധാന്യം നൽകും. പുതിയ വിമാനത്താവളങ്ങൾ കൊണ്ടുവരും. അതുപോലെ തന്നെ കൂടുതൽ റെയിൽവേ ഇടനാഴികളും വികസിപ്പിക്കും. വന്ദേ ഭാരത് നിലവാരത്തിൽ കൂടുതൽ ട്രെയിൻ ബോഗികൾ വികസിപ്പിച്ചെടുക്കും. ഈ വാഹനങ്ങൾക്കായി പ്രത്യേക പദ്ധതി കൊണ്ടുവരും. 2022-23 സാമ്പത്തിക വർഷത്തിലും 2023-24 സാമ്പത്തിക വർഷത്തിലും 13,000 കിലോമീറ്ററും 13,800 കിലോമീറ്ററും ഹൈവേ നിർമ്മാണമാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് പറയുന്നുണ്ട്. റോഡ് ഗതാഗത മന്ത്രാലയത്തിന്റെ വിഹിതം 3% ഉയർത്തി. 2.8 ലക്ഷം കോടി രൂപയാണ് വകയിരുത്തിയത്. ജനസംഖ്യാ വർധന പഠിക്കുവാൻ പ്രത്യേക സമിതിയെ നിയമിക്കും. സംസ്ഥാനങ്ങൾക്കായി പ്രത്യേക വായ്പ പദ്ധതി കൊണ്ടുവരും. എന്നാൽ നികുതി വ്യവസ്ഥകളിൽ മാത്രം മാറ്റമൊന്നും തന്നെയില്ല. റിട്ടേൺ അസസ്മെന്റ് കാലാവധി കുറയ്ക്കും എന്നതല്ലാതെ. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ പ്രസംഗത്തിൽ നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുകയുണ്ടായി.
ഇനി നമുക്ക് ഇന്ത്യയിലെ ബജറ്റിനെ സംബന്ധിക്കുന്ന ചരിത്രത്തെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കാം. നമ്മുടെ ബജറ്റ് അവതരണത്തിൽ അടുത്ത കാലം വരെ പൂർണ്ണമായും ബ്രിട്ടീഷ് ഇന്ത്യയിൽ തുടർന്നു പോന്നിരുന്ന കീഴ്വഴക്കങ്ങളാണ് പിന്തുടർന്നു പോന്നിരുന്നത്. ഫെബ്രുവരി അവസാന പ്രവൃത്തി ദിനത്തിൽ വൈകിട്ട് 5 മണിക്ക് അവതരിപ്പിച്ചുകൊണ്ടിരുന്ന ബജറ്റ് 2001 യശ്വന്ത് സിൻഹ 5 മണി എന്ന സമയം കാലത്ത് 11 മണിയിലേക്ക് മാറ്റി. 2017 മുതലാണ് കൊളോണിയൽ കാലഘട്ടത്തെ ചിട്ടകൾ അതുപോലെ പിന്തുടരേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് അന്നത്തെ ധനകാര്യമന്ത്രിയായിരുന്ന അരുൺ ജെയ്റ്റ്ലി ബജറ്റ് അവതരണം ഫെബ്രുവരി 1 മാറ്റിയത്. ബജറ്റ് ഡോക്യുമെന്റ്സ് കൊണ്ടുവരാൻ ഉപയോഗിച്ചിരുന്ന ചുവന്ന സ്യൂട്ട് കേസ് പോലും ഈ ഒരു പതിവിന്റെ ഭാഗമാണ്. 2019 നിർമ്മലാ സീതാരാമൻ ഈ ഒരു പതിവ് മാറ്റുകയുണ്ടായി. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത് 1860 ഫെബ്രുവരി 18 ജെയിംസ് വിൻസൺ ആണ് അത് അവതരിപ്പിച്ചത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ 2 ബജറ്റും അവതരിപ്പിച്ചത് അന്നത്തെ ധനകാര്യമന്ത്രിയായിരുന്ന കൂടാതെ വ്യവസായി കൂടിയായ RK ഷൺമുഖം ഷെട്ടിയാണ്. പഴയ കൊച്ചി ദിവാനായിരുന്ന ഇദ്ദേഹം അംബേദ്കറിനെ പോലെ തന്നെ മന്ത്രിസഭയിലെ കോൺഗ്രസ് ഇതര മന്ത്രി കൂടിയായിരുന്നു. ഇന്ത്യയിലെ ആദ്യ ബജറ്റ് 121.15 കോടി രൂപ വരുമാനവും 197.39 കോടി രൂപ ചെലവും കാണിക്കുന്ന കമ്മി ബജറ്റായിരുന്നു. നാട്ടുരാജ്യങ്ങളുടെ ലയനത്തിന് ശേഷമുള്ള ആദ്യ സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിച്ചത് 1949-50 കാലഘട്ടത്തിലാണ്. അത് അവതരിപ്പിച്ചത് മലയാളി കൂടിയായ ജോൺ മത്തായി ആയിരുന്നു. 1950-51 അവതരിപ്പിക്കപ്പെട്ട അദ്ദേഹത്തിന്റെ 2ാം ബജറ്റിലാണ് ആദ്യമായി പ്ലാനിംഗ് കമ്മീഷൻ എന്ന ആശയം അവതരിപ്പിക്കപ്പെട്ടത്. പ്ലാനിംഗ് കമ്മീഷനും 1ാം പഞ്ചവത്സര പദ്ധതിയുടെ ഉപജ്ഞാതാവായ PC മഹലനോബിസിനും അമിത അധികാരം നൽകിയെന്ന ആരോപണത്തെ തുടർന്ന് അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു. TT കൃഷ്ണമാചാര്യയുടെ ബജറ്റും ചരിത്രത്തിൽ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. 1951-56 കാലഘട്ടത്തിലെ ധനമന്ത്രിയായിരുന്നു ഇദ്ദേഹം. 1943 ഭാരതീയ റിസർവ് ബാങ്കിന്റെ ആദ്യ ഇന്ത്യൻ ഗവർണർ കൂടിയായ CD ദേശ്മുഖ് പൊതുവിൽ ദേശീയ വളർച്ച കൈവരിച്ച വർഷങ്ങളായിരുന്നു ഇത്. അന്നുവരെ ഇംഗ്ലീഷിൽ മാത്രം തയ്യാറാക്കിയിരുന്ന ബജറ്റ് ഹിന്ദിയിലേക്കും മൊഴിമാറ്റം നടത്തുകയുണ്ടായി. 1955-56 മുതലാണ് ഇത് സംഭവിച്ചത്. 2 വ്യത്യസ്ത കാലയളവിലായി ധനമന്ത്രിയായിരുന്ന TT കൃഷ്ണമാചാരിയാണ് ആദ്യമായി വരുമാനത്തിന്റെയും ചെലവിന്റെയും മുകളിൽ നികുതി ഏർപ്പെടുത്തിയത്. തീവണ്ടി യാത്രാ ടിക്കറ്റിനും നികുതി ചുമത്തിയ ഇദ്ദേഹം ഉയർന്ന എക്സൈസ് ഡ്യൂട്ടി 400% ഉയർത്തിയിരുന്നു. 2ാം ഘട്ടത്തിൽ 1964 കുടുംബ പെൻഷൻ സ്കീം ഉൾപ്പെടെ വിവിധ സാമൂഹിക ക്ഷേമ പെൻഷനുകൾ അദ്ദേഹം നടപ്പിലാക്കിയിട്ടുണ്ട്. 1958-59 ബജറ്റ് അവതരിപ്പിച്ചത് അന്ന് ധനവകുപ്പിന്റെ താൽക്കാലിക ചുമതല കൂടി വഹിച്ചിരുന്ന പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവാണ്. 1959 മുതൽ 64 വരെയും 1967 മുതൽ 69 വരെയും അവതരിപ്പിച്ച മൊറാർജി ദേശായിയുടെ ബജറ്റുകൾ പൊതുവിൽ കടുത്ത നികുതി നിർദ്ദേശങ്ങളുടെ പേരിലാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തവണ ബജറ്റ് അവതരിപ്പിച്ചതും ദേശായി തന്നെയാണ്. 10 തവണയാണ് ഇദ്ദേഹം ബജറ്റുകൾ അവതരിപ്പിച്ചത്. 1970-71 ബജറ്റ് അവതരിപ്പിച്ചത് അന്ന് ധനമന്ത്രാലയത്തിന്റെ കൂടി ചുമതല വഹിച്ചിരുന്ന പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. അങ്ങനെ ബജറ്റ് അവതരിപ്പിച്ച ആദ്യ വനിത എന്ന പേര് ഇന്ദിരാഗാന്ധിക്ക് സ്വന്തമായി. ആ ബജറ്റിൽ പരാമർശിച്ച ഉയർന്ന വരുമാന നികുതി 85% 2 ലക്ഷം രൂപയ്ക്ക് മുകളിൽ എല്ലാ തുകയ്ക്കും സർചാർജ് ഉൾപ്പെടെ 93.5% നികുതി എന്നത് ഇന്ന് ചിലർക്കെങ്കിലും അവിശ്വസനീയമായി തോന്നിയേക്കാം. പിന്നീട് അത് 1985-86 VP സിംഗ് 50%, 1997-98 P ചിദംബരം 30% കുറയ്ക്കുകയുണ്ടായി. ചരിത്രത്തിൽ സുപ്രധാനമായി അറിയപ്പെടുന്ന മറ്റൊരു ബജറ്റ് അവതരണമാണ് കറുത്ത ബജറ്റ്. എന്താണ് ഈ കറുത്ത ബജറ്റ്? YB ചവാൻ അവതരിപ്പിച്ച 1973-74 ബജറ്റിനെയാണ് നമ്മൾ കറുത്ത ബജറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത്. അന്നുവരെ ഉള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ധനക്കമ്മി, അതായത് 550 കോടിയോളം രൂപ രേഖപ്പെടുത്തിയ ബജറ്റായിരുന്നു അത്. 1971 പാകിസ്ഥാൻ യുദ്ധവും മൺസൂണിന്റെ പരാജയവുമൊക്കെയായിരുന്നു ധനക്കമ്മി കൂടുവാനുള്ള കാരണങ്ങളായി പറയപ്പെട്ടിരുന്നത്. 1975-77 കാലഘട്ടത്തിൽ, അതായത് C സുബ്രഹ്മണ്യന്റെ കാലത്താണ് ഇന്ത്യ ഭക്ഷ്യോൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിച്ചത്. വരുമാന നികുതി 66% അന്ന് അദ്ദേഹം കുറയ്ക്കുകയും ചെയ്തു. 1977-79 കാലഘട്ടത്തിൽ HM പട്ടേൽ വിദേശകാര്യ കമ്പനികൾ കുറഞ്ഞത് 50% ഉടമസ്ഥതയോടെ ഇന്ത്യൻ കമ്പനി രൂപവൽക്കരിക്കണം എന്നൊരു വ്യവസ്ഥയുണ്ടാക്കി. അതിൽ പ്രതിഷേധിച്ച് അന്ന് കൊക്കക്കോള ഇന്ത്യ വിട്ടു പോവുകയുണ്ടായി. പ്രധാനമന്ത്രി മൊറാർജി ദേശായിയുടെ കൂടെ ചേർന്ന് ഇന്ത്യയിൽ ആദ്യമായി നോട്ട് പിൻവലിക്കൽ നടത്തിയതും ഈ പട്ടേൽ തന്നെയാണ്. 1000, 5000, 10000 രൂപയുടെ നോട്ടുകളാണ് അന്ന് പിൻവലിച്ചിരുന്നത്. ഈ നോട്ടുകൾ അന്ന് സാധാരണക്കാർ ഉപയോഗിക്കാത്തതിനാൽ ആ സംഭവം വലിയ കോളിളക്കം ഉണ്ടാക്കിയിരുന്നില്ല. 1979-80 ബജറ്റ് അവതരിപ്പിച്ച ചരൺ സിംഗ് 7ാം ധനകാര്യ കമ്മീഷൻ നിർദ്ദേശങ്ങൾ അംഗീകരിക്കുകയും അതിന്റെ ഫലമായി സംസ്ഥാനങ്ങൾക്കുള്ള എക്സൈസ് ഡ്യൂട്ടി വിഹിതം 20% നിന്നും 40% വർദ്ധിപ്പിക്കുകയും ചെയ്തു. മൂല്യവർദ്ധിത നികുതി എന്ന ആശയത്തിന്റെ ജനനവും ചരൺ സിംഗിന്റെ ബജറ്റുകളിലൂടെയാണ് സംഭവിച്ചത്. ജീവൻ രക്ഷാ മരുന്നുകൾ എക്സൈസ് ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കിയത് 1980-82 കാലഘട്ടത്തിൽ R വെങ്കിട്ടരാമനാണ്. ധനകാര്യ മന്ത്രിപദം അലങ്കരിച്ച ആദ്യത്തെ രാജ്യസഭാ അംഗമാണ് പ്രണബ് മുഖർജി. 1982-84 കാലഘട്ടത്തിലാണ് ഇത് സംഭവിച്ചത്. 2009 മുതൽ 2011 വരെയും പ്രണബ് ധനമന്ത്രി പദം അലങ്കരിച്ചിട്ടുണ്ട്.
1987-88 ബജറ്റ് അവതരിപ്പിച്ചത് പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയാണ്. നികുതി അടവിൽ നിന്നും ഒഴിവാക്കുന്ന കോർപ്പറേറ്റുകളിൽ നിന്ന് നികുതി പിരിച്ചെടുക്കുന്നതിനുള്ള മിനിമം ഓൾട്ടർനേറ്റീവ് ടാക്സ് എന്ന സമ്പ്രദായം നടപ്പിൽ വരുത്തിയത് ഈ ബജറ്റിലൂടെയാണ്. 1988-89 ബജറ്റ് അവതരിപ്പിച്ച ND തിവാരിയാണ് കിസാൻ വികാസ് പത്ര എന്ന് പിൽക്കാലത്ത് ഏറെ പ്രചാരം ലഭിച്ച സമ്പാദ്യ പദ്ധതി തുടങ്ങിവെച്ചത്. ഒട്ടേറെ വർഷങ്ങളിൽ ധനമന്ത്രി പദം അലങ്കരിച്ച ചിദംബരം അവതരിപ്പിച്ച 1997-98 വർഷത്തിലേക്കുള്ള ബജറ്റാണ് സ്വപ്ന ബജറ്റ് എന്നറിയപ്പെടുന്നത്. സമസ്ത മേഖലകളെയും വ്യക്തമായി പരാമർശിച്ചുകൊണ്ടുള്ള കോർപ്പറേറ്റ് മേഖലയ്ക്കും മധ്യവർഗത്തിനും പാവപ്പെട്ടവരെയും ഒരുപോലെ തൃപ്തിപ്പെടുത്തുവാൻ കഴിഞ്ഞിരുന്ന ബജറ്റായിരുന്നു അത്. വരുമാന നികുതിയുടെ നിലവിലെ സ്ലാബുകൾ 10, 20, 30% നിജപ്പെടുത്തിയത് ഈ ബജറ്റിലൂടെയാണ്. ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷനും തൊഴിലുറപ്പ് പദ്ധതിയും തുടങ്ങിയത് ചിദംബരമാണ്. അടൽ പെൻഷൻ യോജന, ഡിജിറ്റൽ ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ തുടങ്ങിയ ഒട്ടേറെ കേന്ദ്ര സർക്കാർ ഫ്ലാഗ്ഷിപ്പ് പരിപാടികളുടെ ആസൂത്രകൻ അരുൺ ജെയ്റ്റ്ലിയാണ്. 2014-19 കാലഘട്ടത്തിലാണ് പ്രധാനമായും ഇതൊക്കെ സംഭവിച്ചത്. 2017 GST നടപ്പാക്കിയതും 1 കോടിക്കുമേൽ വരുമാനമുള്ളവർക്ക് 2% സർചാർജ് ഏർപ്പെടുത്തിയതും ഇദ്ദേഹമാണ്. സമ്പത്തിനുമേൽ ചുമത്തുന്ന നികുതി ജെയ്റ്റ്ലി നിർത്തലാക്കുകയും ചെയ്തു. 2019 ജൂലൈ 5 ബജറ്റ് അവതരിപ്പിച്ച ശ്രീമതി നിർമ്മല സീതാരാമനാണ് ഇന്ത്യയിൽ ആദ്യമായി ബജറ്റ് അവതരിപ്പിച്ച മുഴുവൻ സമയ വനിതാ ധനമന്ത്രി. ഇനി നമുക്ക് ബജറ്റിനെ കുറിച്ച് പ്രധാനമായും ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഭരണഘടനയിൽ 112 വകുപ്പിലാണ് ഭരണഘടനയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ബജറ്റ് അവതരിപ്പിക്കുന്നത് തീരുമാനിക്കുവാനുള്ള അധികാരം രാഷ്ട്രപതിക്കാണുള്ളത്. ലോകസഭയിലാണ് ബജറ്റ് അവതരിപ്പിക്കുവാറുള്ളത്. ഭരണഘടനയിൽ ബജറ്റിനെ സൂചിപ്പിക്കുന്നത് വാർഷിക അവലോകന രേഖ അഥവാ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന പേരിലാണ്. ഫ്രഞ്ച് പദമായ ബൊഗറ്റ് എന്ന പദത്തിൽ നിന്നുമാണ് ബജറ്റ് എന്ന പദം രൂപം കൊണ്ടത്. 1921 ബജറ്റിനെ ജനറൽ ബജറ്റ് എന്നും റെയിൽവേ ബജറ്റ് എന്നും രണ്ടായി തരം തിരിച്ചിരുന്നു. അക്വർത്ത് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ബജറ്റിനെ ഇങ്ങനെ രണ്ടായി തിരിച്ചത്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി ബജറ്റ് അവതരിപ്പിച്ചത് 1860 എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. എന്നാൽ അത് ആരുടെ കാലത്താണെന്നുള്ളതും ഓർത്തിരിക്കേണ്ട കാര്യം തന്നെയാണ്. കാനിങ് പ്രഭു എന്ന ഗവർണർ ജനറലുടെ കാലത്താണ് ഇത് സംഭവിച്ചത്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത് ജെയിംസ് വിൽസൺ ആണ്. സർക്കാർ അക്കൗണ്ടിലേക്കുള്ള വരവുകളും ചെലവുകളും കാണിക്കുന്ന രേഖയാണ് ജനറൽ ബജറ്റ് എന്ന് പറയുന്നത്. കൺസോളിഡേറ്റഡ് ഫണ്ട്, കണ്ടിജൻസി ഫണ്ട്, പബ്ലിക് അക്കൗണ്ട് എന്നിവ ഉൾപ്പെടുന്നതും ജനറൽ ബജറ്റിൽ തന്നെയാണ്. ഭരണഘടനയുടെ 110 വകുപ്പിലാണ് ധനകാര്യ ബില്ലിനെ കുറിച്ച് പരാമർശിക്കുന്നത്. ധനകാര്യ ബില്ലുകൾ അവതരിപ്പിച്ചതിന് ശേഷം 2 ദിവസത്തിനുള്ളിൽ അത് പാസ്സാക്കിയിരിക്കണം എന്നതും നിർബന്ധപരമായ കാര്യമാണ്. ബജറ്റ് പാസ്സാക്കുന്നത് വരെ സർക്കാരിന്റെ ചെലവുകൾ നടത്തിക്കൊണ്ടുപോകുന്നത് വോട്ട് ഓൺ അക്കൗണ്ടിലൂടെയാണ്. 2 മാസത്തേക്ക് മാത്രമാണ് വോട്ട് ഓൺ എന്ന അക്കൗണ്ടുകൾ പാസ്സാക്കുന്നത്. ബജറ്റ് അവതരിപ്പിക്കുന്ന ദിവസം തീരുമാനിക്കുവാനുള്ള അധികാരം രാഷ്ട്രപതിക്കാണുള്ളത്. ഇന്ത്യയിലെ ബജറ്റിന്റെ പിതാവ് സർ ജെയിംസ് വിൽസൺ ആണ്. എന്നാൽ ഇന്ത്യക്കാരനായ ഇന്ത്യൻ ബജറ്റിന്റെ പിതാവ് ആരെന്നാണ് ചോദ്യമെങ്കിൽ അത് PC മഹലനോബിസ് ആണ്. RK ഷൺമുഖം ഷെട്ടിയാണ് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യത്തെ ബജറ്റ് അവതരിപ്പിച്ചത്. ഇടക്കാല ബജറ്റ് എന്ന ആശയവും അദ്ദേഹത്തിന്റെ തന്നെയാണ്. എന്നാൽ ആദ്യമായി ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ചത് CD ദേശ്മുഖ് ആണ്. 1947 നവംബർ 26 RK ഷൺമുഖം ഷെട്ടി ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത്. ഡോക്ടർ ജോൺ മത്തായി ആണ് ഇന്ത്യ റിപ്പബ്ലിക് ആയ ശേഷം ആദ്യമായി ബജറ്റ് അവതരിപ്പിച്ചത്. 1950 ഫെബ്രുവരി 28 അദ്ദേഹം ബജറ്റ് അവതരിപ്പിച്ചിരുന്നത്. പ്ലാനിംഗ് കമ്മീഷൻ എന്ന ആശയം കൊണ്ടുവന്നതും ഇദ്ദേഹം തന്നെയാണ്. മൊറാർജി ദേശായിക്കാണ് ജന്മദിനത്തിൽ തന്നെ ബജറ്റ് അവതരിപ്പിക്കുവാനുള്ള അവസരം ലഭിച്ചത്. 1973 കറുത്ത ബജറ്റ് YB ചവാൻ അവതരിപ്പിച്ചത്. സ്മോൾ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റ് ബാങ്ക് എന്ന ആശയം അവതരിപ്പിച്ചത് VP സിംഗിന്റെ ബജറ്റിലൂടെയാണ്. ഏറ്റവും കൂടുതൽ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി മൊറാർജി ദേശായി ആണ്. 10 തവണയാണ് ഇദ്ദേഹം ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ഏറ്റവും കൂടുതൽ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച രണ്ടാമത്തെ വ്യക്തി P ചിദംബരമാണ്. 9 തവണയാണ് അദ്ദേഹം ബജറ്റുകൾ അവതരിപ്പിച്ചിട്ടുള്ളത്. കൂടാതെ YB ചവാനും CD ദേശ്മുഖും 7 തവണയും പ്രണവ് മുഖർജിയും മൻമോഹൻ സിംഗും 6 തവണയുമാണ് ബജറ്റുകൾ അവതരിപ്പിച്ചിട്ടുള്ളത്. പ്രധാനമന്ത്രിയായിരിക്കെ ബജറ്റ് അവതരിപ്പിച്ചവരാണ് ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും. എന്നാൽ അതേസമയം ഡെപ്യൂട്ടി പ്രധാനമന്ത്രി എന്ന നിലയിൽ ബജറ്റ് അവതരിപ്പിച്ചവരാണ് ചരൺ സിംഗും മൊറാർജി ദേശായിയും. 1997 P ചിദംബരം അവതരിപ്പിച്ച ബജറ്റിനെയാണ് സ്വപ്ന ബജറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത്. 2000 യശ്വന്ത് സിൻഹ അവതരിപ്പിച്ച ബജറ്റിനെ മില്ലേനിയം ബജറ്റ് എന്നും മൻമോഹൻ സിംഗ് അവതരിപ്പിച്ച ബജറ്റിനെ മാജിക് ബജറ്റ് എന്നുമായിരുന്നു വിശേഷിപ്പിച്ചിരുന്നത്. ഇന്ത്യയിൽ ബജറ്റ് അവതരിപ്പിച്ച ആദ്യ വനിത ഇന്ദിരാഗാന്ധിയും രണ്ടാമത്തെ വനിത നിർമ്മല സീതാരാമനുമാണ്. 1955 വരെ ഇംഗ്ലീഷിൽ മാത്രമായിരുന്നു കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചു പോന്നിരുന്നത്. ഇനി കേരള ബജറ്റിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിൽ ആദ്യമായി ബജറ്റ് അവതരിപ്പിച്ചത് 1957 ജൂൺ 7 C അച്യുതമേനോനായിരുന്നു ആ ഒരു ബജറ്റ് അവതരിപ്പിച്ചത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി KM മാണിയാണ്. അതുപോലെ തന്നെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ബജറ്റ് അവതരിപ്പിച്ചതും ഇദ്ദേഹം തന്നെയാണ്. 2015 ആ ഒരു ബജറ്റ് അവതരണം. എന്നാൽ കേരളത്തിൽ ഏറ്റവും ദൈർഘ്യം കൂടിയ ബജറ്റ് അവതരിപ്പിച്ചത് തോമസ് ഐസക് ആണ്. 2016 ധനമന്ത്രിയായിരുന്നപ്പോഴാണ് ഈ ഒരു അവതരണം ഉണ്ടായത്. ഇന്ത്യയിലെ ബജറ്റിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ സംസാരിച്ചത്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണുന്നത് വരെ ബൈ.